ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഡോക്ടർ കവിത എൻ്റെ ക്യൂർ ആൻഡ് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കാണാൻ പോവാണ്. ആൻഡ് നമ്മൾ ഇവിടെ ഞവരക്കിഴിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാണാം, ഇതിന് ഞവരക്കിഴി എന്നാണ് പറയുക. ആയുർവേദത്തിലെ ഏറ്റവും നല്ലൊരു ചികിത്സയാണ് ഞവരക്കിഴി. ഇത് ഡോക്ടർ മക്സൂം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഹലോ ഡോക്ടർ. ഹലോ. അപ്പോൾ നമ്മൾ ഇതെന്താണ് ട്രീറ്റ്മെൻറ്റ്, എന്തിനാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്? ആക്ച്വലി പെരോണിയൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അവരുടെ 1.5 മാസം മുമ്പ് കാല് ട്വിസ്റ്റ് ആയിട്ട് അവർ വീണ്, അതിനുശേഷം ഫുഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. കാൽപാദം താഴ്ന്നു കിടക്കുന്ന ഒരു കണ്ടീഷൻ, നെർവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് ഞവരക്കിഴിയാണ്. ആയുർവേദത്തിൽ തന്നെ നല്ല പ്രധാനമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. സ്ട്രെങ്തനിങ് തെറാപ്പിയാണ് മെയിൻ ആയിട്ട്. നിലവിലിപ്പോ അവർക്ക് പിന്നെ കാലിന് സ്ട്രെങ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ തെറാപ്പിയാണ് ചെയ്യുന്നത്. പിന്നെ കണ്ടീഷന് ഞാൻ പറഞ്ഞ പോലെ പെരോണിയൽ ന്യൂറോപ്പതി ആംഗിളിനാണ് സംഭവിച്ചിട്ടുള്ളത്. എത്ര ദിവസം ചെയ്യേണ്ടി വരും? ഇവർക്ക് നമ്മൾ 7 ദിവസത്തെ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് എക്സസൈസ് ആണ്. പിന്നെ അപ്പോ 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞവരക്കിഴി ഇതിൽ കാണാത്ത ആൾക്കാർക്ക് ഞവരക്കിഴി കാണാം. ആയുർവേദത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ്. ഏത് ചികിത്സയും ഒരു 3 4 അല്ലെങ്കിൽ 7 ദിവസം മിനിമം, അല്ലേ സർ ഡോക്ടർ? മിനിമം 1 വീക്കെങ്കിലും വേണ്ടേ? അതെ, 1 വീക്ക് വേണം. നമ്മളെ കണ്ടീഷൻ അനുസരിച്ചാണ്. ഇത് പിന്നെ ഒരു ആംഗിൾ ട്വിസ്റ്റ് ആയിട്ട് വന്ന കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾറെഡി സ്ട്രെങ്തനിങ് എക്സസൈസ് എന്നുള്ള ലെവലിൽ സ്ട്രെങ്തനിങ് തെറാപ്പി എന്നുള്ള നിലക്ക് ഞവരക്കിഴും പ്ലസ് എക്സസൈസ് ആണ് കൊടുക്കുന്നത്. അപ്പോ ഡേയ്സ് നമ്മൾ കണക്കാക്കുന്നത് ഓരോ കണ്ടീഷനും അതിന്റെ ഒരു തീവ്രത അനുസരിച്ചാണ്. പാല് മാത്രമാണോ? നമ്മള് പിന്നെ ഇവിടെ ചെയ്യുന്നത് നാടൻ പശുമ്പാലിലാണ് ചെയ്യുന്നത്. പശുമ്പാലില് കുറുന്തോട്ടി പാൽ കഷായം വെച്ച് അതില് ഞവരരി വേവിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടല്ലോ. ഇനി എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരുന്നതായിരിക്കും ആയുർവേദ ചികിത്സയെ കുറിച്ചിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് വേറെ കൂടുതൽ സൈറ്റിലൊക്കെ പോകണ്ട, ഒന്നും കഷ്ടപ്പെടണ്ട. എൻ്റെ ചാനലിൽ വന്നിട്ട് നോക്കിയാൽ മതി. ഞവരക്കിഴി, അഭ്യംഗം, ഇങ്ങനെയുള്ള ഓരോ ചികിത്സയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും. സോ നമുക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ്സിനിടയിൽ ചോദിക്കാം.